ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. സത്യത്രേതായുഗം എന്നീ 2 യുഗങ്ങളിൽ നാം ചെയ്ത ഓരോ കർമ്മവും അകർമ്മമായിരുന്നു. അകർമ്മം എന്ന് വെച്ചാൽ നാം ചെയ്ത കർമ്മത്തിന് പാപപുണ്യം ഇല്ലായിരുന്നു. കാരണം നാം ആത്മബോധത്തിലാണ് ആ കർമ്മം ചെയ്തിരുന്നത്. ദ്വാപര കലിയുഗം വന്നപ്പോൾ നാം ഓരോരുത്തരും സ്വയം ദേഹമാണ് എന്ന് സ്മൃതിയിൽ വരുന്നു. അങ്ങനെ ദേഹബോധത്തിലൂടെ ചെയ്യുന്ന ഓരോ കർമ്മവും വികർമ്മമായിത്തീരുന്നു. വികർമ്മം എന്ന് വെച്ചാൽ പാപകർമ്മമാണ്. നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും പ്രതിഫലം ആത്മാവിൽ തന്നെയാണ് റെക്കോർഡാകുന്നത്. അതുകൊണ്ടാണ് ആത്മാവിനെ പാപാത്മാവ്. പാപം ചെയ്യുമ്പോൾ പാപാത്മാവായിത്തീരുന്നു, പുണ്യം ചെയ്യുമ്പോൾ പുണ്യാത്മാവായി തീരുന്നു, ശ്രേഷ്ഠ കർമ്മം ചെയ്യുമ്പോൾ ശ്രേഷ്ഠാത്മാവായി തീരുന്നു, ദിവ്യകർമ്മം ചെയ്യുമ്പോൾ ദേവാത്മാവായി തീരുന്നു. നാം ഒരിക്കലും പാപശരീരം, പുണ്യശരീരം, ദിവ്യശരീരം എന്ന് പറയാറില്ല. പാപാത്മാവ്, പുണ്യാത്മാവ്, ദേവാത്മാവെന്നാണ് പറയാറുള്ളത്. കാരണം നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും പ്രതിഫലം ആത്മാവാണ് എടുത്തുകൊണ്ട് പോകുന്നത്. എങ്ങനെ ഓരോ വിത്തിനും അതിൻ്റെതായ സമയമുണ്ട് അത് പൊട്ടിക്കിളിക്കാനായി. അതേപോലെ നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അതിൻ്റെതായ പ്രതിഫലം അതത് സമയത്ത് നമുക്ക് കിട്ടും എന്നത് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ, ഈ ജന്മം അല്ലെങ്കിൽ ഇനിയൊരു ജന്മം, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ, തീർച്ചയായിട്ടും നമ്മുടെ കർമ്മഫലം നമ്മുടെ നിഴൽ പോലെ നമ്മളെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ദശരഥ മഹാരാജാവിൻ്റെ ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏത് മഹാനാണെങ്കിലും എന്തിന് സ്വയം ഭഗവാൻ തന്നെ ഈ ഭൂമിയിൽ അവതരിച്ച് എന്ത് കർമ്മം ചെയ്യുന്നോ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം. അത് അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നാം ഓരോരുത്തരും നമ്മുടെ കർമ്മത്തിൽ എന്തുമാത്രം ശ്രദ്ധ വയ്ക്കണം എന്നതാണ്. ശരി, ഇനി മുതൽ നാം പാപങ്ങൾ ചെയ്യാതിരിക്കാം, തെറ്റുകൾ ചെയ്യാതിരിക്കാം. ഇതുവരെ നമ്മൾ ചെയ്തതിന് എന്ത് ചെയ്യാനുണ്ട്? പറയാറുണ്ട്, പ്രശ്നം എന്നൊന്നുണ്ടെങ്കിൽ പരിഹാരം എന്നത് തീർച്ചയായിട്ടും ഉണ്ട്. ഈ കലിയുഗത്തിന്റെ അന്തിമ സമയത്ത് സ്വയം ഭഗവാൻ അവതരിക്കുകയാണ് പരമാത്മാരാമൻ. ഓരോന്നിനും നമുക്ക് പരിഹാരം തരുന്നുണ്ട്. ഇനി മുതൽ നിങ്ങൾ പാപങ്ങളും തെറ്റുകളും ചെയ്യാതിരിക്കൂ, ഇത് പാപത്തിനും ധാര സ്വയം ഭഗവാൻ തരുന്നുണ്ട്. അതാണ് ആത്മബോധത്തിൽ ഇരുന്ന് പരമാത്മാവിന്റെ സ്മൃതിയിൽ നിങ്ങൾ ഓരോ കർമ്മങ്ങളും ചെയ്യൂ. ആ സുഖ എന്ന് പറയുന്നത്, സുകർമ്മത്തിന്റെ അർത്ഥം ശ്രേഷ്ഠ കർമ്മം എന്നാണ്. ആരും തന്നെ കർമ്മത്തിൽ നിന്നും മോചിക്കാൻ പറ്റില്ല. കാരണം ആത്മാവ് ശരീരത്തിൽ വരുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. കാണുന്നതും ഒരു കർമ്മമാണ്, കേൾക്കുന്നതും ഒരു കർമ്മമാണ്, സംസാരിക്കുന്നതും ഒരു കർമ്മമാണ്. എന്തിന്? നാം ശ്വസിക്കുന്നത് പോലും ഒരു കർമ്മമാണ്. നമ്മുടെ കർമ്മം എത്ര ജന്മമെടുത്താലും നമ്മളെ തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്നത് എല്ലാവരും ഈശ്വരന്റെ മക്കളാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഭഗവാന്റെ മുന്നിൽ പോയി പറയാറുണ്ട്, ത്വമേവ മാതാശ്ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യം ത്രിവിണം ത്വമേവ, ത്വമേവ സർവം മമദേവ ദേവ. ഈശ്വര, അവിടുന്നാണ് എല്ലാം എന്ന് നാം പറയുമ്പോൾ തീർച്ചയായിട്ടും നാം ഓരോരുത്തരും ഭഗവാന്റെ മക്കളാണ്. അപ്പൊ ഭഗവാന്റെ മക്കളായ നാം ഓരോരുത്തരിലും എന്തുകൊണ്ട് ഇത്രയും വ്യത്യാസങ്ങൾ കാണുന്നു? ചിലർ ധനവാനാണ്, ചിലർ ദരിദ്രനാണ്, ചിലർ പണ്ഡിതനാണ്, ചിലർ പാമരനാണ്, ചിലർ അന്ധനാണ്, മുടന്തനാണ്, ബധിരനാണ്, ചിലർ അനാഥരാണ്. ചില കുട്ടികൾ ജനിക്കുമ്പോൾ ഗോൾഡൻ സ്പൂൺ ഇൻ മൗത്ത് എന്നാ പറയുന്നത്. ചില കുട്ടികൾ ജനിച്ച ഉടൻ അമ്മത്തൊട്ടിലിൽ കൊണ്ടുപോയിരുന്നു. എന്ത് കർമ്മമാണ് അത് ചെയ്തത്? ആ പിഞ്ചു കുഞ്ഞ് ഈ ലോകത്തിൽ വന്ന് വീണപ്പോൾ തന്നെ എന്താണ് ചെയ്തത്? അത് ഈ ജന്മം ചെയ്തതല്ല. ഏതോ ജന്മത്തെ ആത്മാവ് ചെയ്തതിന്റെ കർമ്മഫലമാണ് ഈ ജന്മം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ നമുക്ക് കർമ്മത്തിന്റെ ഗഹനമായ ഗതിയും മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, ഏത് കർമ്മം ആര് എവിടെ വെച്ച് ചെയ്താലും അത് തീർക്കാതെ ഈ ലോകത്തിൽ നിന്ന് നമുക്കാർക്കും മോചിക്കാൻ പറ്റുകയേ ഇല്ല. ഒരിക്കൽ ധൃതരാഷ്ട്രർ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ,
ഞാൻ ചക്രവർത്തിയായി ജനിച്ചു, എനിക്ക് ഒരു കുറവും ഈ ഭൂമിയിൽ ഇല്ല. പക്ഷേ ഞാൻ എന്ത് കർമ്മമാണ് ചെയ്തത് അന്ധനായി ജനിക്കാൻ എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, അതുപോലെ ഏതോ ഒരു കർമ്മം നീ ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രതിഫലമാണ് നിനക്കെല്ലാം ഉണ്ടായിട്ടും കാഴ്ചയില്ലാത്തത്. ധൃതരാഷ്ട്രർ ചോദിച്ചു, എന്ത് കർമ്മവാൻ ചെയ്തത് ഒന്നറിയിച്ചാലും. ഉടനെ ഭഗവാൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ എന്ന്. ഭഗവാൻ ധ്യാനത്തിലിരുന്ന് ധൃതരാഷ്ട്രരുടെ പൂർവിക ജന്മങ്ങൾ ഓരോന്നും നോക്കുകയാണ്. ഇങ്ങനെ ഓരോ ഫയലും നോക്കിയിട്ട് പറഞ്ഞു, കഴിഞ്ഞ ജന്മം നീ ഒന്നും ചെയ്തിട്ടില്ല, അതിന്റെ മുൻപും ഒന്നും ചെയ്തിട്ടില്ല, അതിന്റെ മുൻപും ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ കഴിഞ്ഞ 4-5 ജന്മം നീ അതുപോലത്തെ കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഉടനെ ധൃതരാഷ്ട്രർ ചോദിച്ചു, പിന്നെ എന്തുകൊണ്ട് ഞാൻ അന്ധനായി എന്ന്. ഭഗവാൻ പറഞ്ഞു, ക്ഷമിക്ക്, ഞാൻ ഓരോന്നും നോക്കട്ടെ. ഇങ്ങനെ ഭഗവാൻ നോക്കി 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 വരുമ്പോൾ ധൃതരാഷ്ട്രരുടെ 36ാമത്തെ ജന്മത്തിൽ എത്തുന്നു. ഭഗവാൻ പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം, ഞാനിവിടെ ഒരു ദൃശ്യം കാണുകയാണ് എൻ്റെ ജ്ഞാന കണ്ണിലൂടെ. കുറേ കുട്ടികളെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില് ഒരു കുട്ടി അവിടുത്തെ ഒരു മരത്തിൽ കയറുമ്പോൾ അവിടെ ഒരു പക്ഷിക്കൂട് കാണുന്നു. ആ പക്ഷിക്കൂട്ടിലേക്ക് ഈ കുഞ്ഞ് കൈയിടുകയാണ്. അപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു പക്ഷികളാണ് കാണുന്നത്. ഉടനെ അതിൽ നിന്നും ഒരു പക്ഷി എടുത്ത് തന്റെ കൈ വെച്ച് നോക്കിയപ്പം നല്ല രസകരമായ കണ്ണുകള്, നല്ല തിളങ്ങുന്ന കണ്ണുകള്. ഈ കുഞ്ഞ് ആ കണ്ണിനെ ഇങ്ങനെ ഞെക്കി താഴേക്കിട്ടു. ആ ആത്മാവാണ് ഈ ജന്മത്തെ താങ്കൾ ധൃതരാഷ്ട്രനായി ജനിച്ചിരിക്കുന്നത്, അന്ധനായി ജനിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചോദ്യം വരാം, അറിവില്ലായ്മ കൊണ്ട് ചെയ്ത കർമ്മത്തിനും ഫലം ഉണ്ട്, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കാണെങ്കിലും കൊച്ചുമക്കൾക്കാണെങ്കിലും ഓരോ കർമ്മത്തിന്റെയും ഗഹനമായ രഹസ്യം നാം മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വ്യക്തിയും അവരവരുടെ ജീവിതത്തിലെ സുഖം ശാന്തി അനുഭവിക്കാൻ കഴിയും. ഇങ്ങനെ 10 ഇന്ദ്രിയങ്ങളെ ജയിച്ച ദശരഥന് പോലും അറിയാതെ ചെയ്ത കർമ്മത്തിന് അനുഭവിക്കേണ്ടി വരുന്നെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തിന് എന്തുമാത്രം ഫലമായിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഈ കർമ്മത്തിന്റെ ഗഹനമായ രഹസ്യം മനസ്സിലാക്കൂ. ഈശ്വരൻ ഈ ഭൂമിയിൽ അവതരിച്ച് നമുക്ക് കർമ്മത്തിന്റെ ഗഹനമായ രഹസ്യവും പറഞ്ഞു തരുന്നുണ്ട്. കർമ്മം കൊണ്ടാണ് ഒരു മനുഷ്യൻ സിംഹാസനത്തിലിരിക്കുന്നതും കർമ്മം കൊണ്ടാണ് ഒരു മനുഷ്യൻ തൂക്കുകയറിൽ കയറുന്നതും. ഒരു കർമ്മം മനുഷ്യനെ അത്യുന്നതിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും, ഒരു കർമ്മം മനുഷ്യനെ അധപ്പതിപ്പിക്കുകയും ചെയ്യും. ഈ കർമ്മേന്ദ്രിയങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല കർമ്മം കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. നല്ല 2 കണ്ണുകളുണ്ട്, നല്ലത് കാണാൻ. നല്ല 2 ചെവികളുണ്ട്, നല്ലത് കേൾക്കാൻ. നല്ല 2 കാലുകളുണ്ട്, നല്ല സ്ഥലത്തേക്ക് പോകാൻ. അങ്ങനെ ഇന്ദ്രിയങ്ങളെ നല്ലതിലേക്ക് നാം നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ യാതൊരു ദുഃഖവും ഉണ്ടാകില്ല. മനുഷ്യജന്മത്തിന്റെ അവകാശമാണ് സുഖം ശാന്തി. അത് നാം അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ ഏത് ജന്മത്തെ അനുഭവിക്കാൻ പോകുന്നത്? അതുകൊണ്ട് നാം കർമ്മത്തിന്റെ ഗഹനമായ രഹസ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് നാം ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഈ ഈശ്വരീയ വിശ്വവിദ്യാലയം ശ്രേഷ്ഠ കർമ്മം എന്താണ്, സുകർമ്മം എന്താണ് എന്ന് പഠിപ്പിച്ച് ഓരോ വ്യക്തിയെയും ശ്രേഷ്ഠ കർമ്മത്തിലേക്ക് നയിക്കാനുള്ള മാർഗവും ശക്തിയും നൽകുന്നുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും നല്ല കർമ്മം ചെയ്യാനാണ് താല്പര്യം, നമുക്കാർക്കും മോശം ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ നാം വിരൽ ചൂണ്ടുന്നു, ഇന്നത് കാരണം, ഈ സാഹചര്യം കാരണം, ഇവര് കാരണം, ഇവരുടെ നിർബന്ധം കാരണം എന്ന് നാം മറ്റുള്ളവരെ വിരൽ ചൂണ്ടുന്നു. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കണം, നന്നായാലും അത് ഞാൻ വിചാരിക്കണം നന്നാകണം എന്ന്, മോശമാകാനും ഞാൻ വിചാരിക്കണം മോശമാകണം എന്ന്. അതുകൊണ്ട് ഒരു പ്രത്യേക വ്യക്തി സ്വയം നന്നാകണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആരെ കൊണ്ടും അവരെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഇത്രയും അധർമ്മത്തിന്റെയും അനീതിയുടെയും ലോകത്തില് നമുക്ക് നന്നാകാനുള്ള ഒരവസരവും കൂടി ഈശ്വരൻ തരികയാണ് ഈ വിശ്വവിദ്യാലയത്തിലൂടെ. ഹരേ രാമ